ഓൾറെഡി ഇല്ലോലാണെന്നുണ്ടെങ്കിൽ ചെയ്തോലാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി നേരെ സ്കാൻ ചെയ്തായി. ഓക്കെ. അപ്പോൾ ചങ്ങളെ നമ്മളില്ല മലപ്പുറത്ത് കേട്ടോ. മലപ്പുറത്ത് നമ്മൾ EV വെഹിക്കിൾ എങ്ങനെ ചാർജ് ചെയ്യാം എന്നൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ചങ്ക് കുഞ്ഞിത്ത് നമ്മളിപ്പോൾ അരമണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര പൈസ വരും? 200 ടോപ്പ് കയറ്റിയത് 25% ഏകദേശം 100-110 രൂപ കയറ്റിയാൽ തന്നെ ഫുള്ളായി കിട്ടും. അപ്പം നമുക്കൊരു അരമണിക്കൂർ ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം 30% കിട്ടും അല്ലേ? ചാർജ് കിട്ടും. കേറി അത് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് ഫോണില് നമ്മള് സാധാരണ അക്കൗണ്ടിക്ക് പൈസ കയറ്റിട്ട് നമ്മളാ സ്കാൻ ചെയ്ത് കാണാൻ നല്ല പറ്റിയില്ല. അപ്പൊ അതില് നമുക്ക് നമ്മള് ഇതിൽ വരുന്ന ചാർജും കാര്യങ്ങളൊക്കെ നമ്മളെ മൊബൈലിൽ തന്നെ കാണാൻ അറിയാൻ കഴിയും അല്ലേ? എത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും അല്ലേ? അതേമാതിരി എത്ര പൈസക്ക് നമ്മൾ ചെയ്തു ഇതിൽ അറിയാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഭയങ്കര സുഖാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫോണിൽ തന്നെ നോക്കിയാൽ തന്നെ ഇതിൽ അറിയാൻ കഴിയും. ഇപ്പൊ എത്ര ശതമാനം? ഇപ്പൊ 83% നമ്മൾ വണ്ടി നിർത്തുമ്പോ ഒരു 75% അല്ലേ? അപ്പൊ ഒരു ഏകദേശം ഒരു 3-5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പത്തേക്ക് നമ്മളൊരു 8% ആയി. ഇതിപ്പോ നമ്മളെ പുതിയതായിട്ട് ഒരാൾ വരികയാണ്, നമ്മൾ വണ്ടിനെ പറ്റി അറിയാത്ത ഒരാൾ വരുമ്പോ നമ്മളെങ്ങനെയാണ് ചെയ്യണ്ടേ? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഏതാണ് ഈ ആപ്പിന്റെ പേര്? ചാർജ് മോഡ്. പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയും ചെയ്യാലോ. അപ്പൊ അത് നമ്മൾ ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് അടിച്ചു കഴിഞ്ഞാല് നമ്മളെ വണ്ടി നമ്പർ, നമ്മളെ വണ്ടി ഏതാണോ കമ്പനി, EV വണ്ടികൾ പലതും ഉണ്ടല്ലോ. അപ്പൊ ഏതാണോ വെച്ചാൽ അതിന്റെ നമ്പർ, പിന്നെ വണ്ടി ഈ ടാറ്റന്റെ ആണെങ്കിൽ ടാറ്റ അടിച്ചു കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് കണ്ടിന്യൂസ് കൊടുക്കാം. പിന്നെ നമ്മള് അത് റിവേഴ്സ് അടിച്ചിട്ട് പിന്നെ നമ്മളെ സ്കാനറിൽ വന്നുകൊണ്ട് ഇതിലാണ് സ്കാനർ. ആ സ്കാനറിൽ വന്നിട്ട് അതിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറെ ഓടുകൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഫില്ലായി വരും. ഫില്ലായി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതില് 4 ഓപ്ഷൻ ഫുള്ളായി കഴിഞ്ഞാൽ ചാർജ് കയറി തുടങ്ങിയെന്ന് അവിടെ നമുക്ക് അറിയാം. അവിടുന്ന് നമ്മള് ചാർജിന്റെ അവിടെ ചെറിയ സൗണ്ട് വരും, കണക്ട് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാല് ഇല്ലേ അതൊന്നും അറിയില്ല എന്നുള്ളവർക്ക് ഇതിലുണ്ട് നമ്പർ, കസ്റ്റമർ കെയർ നമ്പർ. ആ നമ്പറിൽ വിളിച്ചാൽ ഓരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവിടുന്ന് ചെയ്യും. അവിടുന്ന് ചെയ്ത് തരും. അറിയാത്തവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ എടുത്തെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിപ്പോ ചെയ്യുന്ന കുറെ അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ ചങ്കൊരു ഇൻഫർമേഷൻ തന്നെയാണ് ഇങ്ങനെ ചെയ്യാന്നുള്ള സംഭവം. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മളെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിപ്പോ നമ്മളെ 3 വരുന്നുണ്ട് അല്ലേ? ഇത് കാറിന് മാത്രമായിട്ട് വരുന്ന സംഭവം അല്ലേ? അപ്പൊ നമ്മൾ DC മോഡലാണ് ചെയ്തിരിക്കണത്. അപ്പൊ അതുകൊണ്ട് അത് ഫാസ്റ്റ് ആയിട്ട് വരും ചാർജ് ചെയ്തത്. ഈ രണ്ടാമത്തെ ഓപ്ഷന് നമ്മള് DC ഷെയ്ഡ് മോഡ വരിക. പിന്നെ മറ്റേത് AC ടൈപ്പ് ആണ്, അത് പറ്റ സ്ലോ ആയിരിക്കും. പിന്നെ ഇതിപ്പോ ചാർജ് ചെയ്യുന്ന നമ്മളെ സ്കാനർ പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റേഷന് ചാർജ് മോഡാണ് വരിക. അത് ഇവിടെ ഇത് നോക്കിയാ അത് നമ്മള് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടിന്റെ ആണ് അല്ലേ? സ്കൂട്ടിന്റെ സത്യത്തിൽ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല, കാരണം അതിന്റെ കറണ്ടിന്റെ സ്കൂട്ടി ഇല്ല. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയും അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിന്റെ പറഞ്ഞ ഓട്ടോ. ഓക്കെ, ഇത് ഓട്ടോന്റെ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാ ഐറ്റം ഉണ്ട്. കാറും ചെയ്യാം, അതുപോലെ സ്കൂട്ടി ചെയ്യാം, ഓട്ടോയും ചെയ്യാം. നമ്മൾ വരുന്ന സ്ഥലം പറഞ്ഞാൽ മലപ്പുറമാണ്. പിന്നെ അതില് മലപ്പുറം ഉണ്ട് പറയില്ലേ? ഇതാണ് നമ്മളെ സ്പോട്ട്. വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണല്ലേ ഈ ഭാഗത്തേക്കില്ല അല്ലേ? ഓക്കെ. ആരെങ്കിലും ഉപകാരപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ചങ്കളെ ഇതാണ് സംഭവം. കുറെ സിമ്പിളാണ് പഠിക്കാൻ. മാത്രമല്ല സംഭവം ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ശ്രദ്ധിക്കുക. ഒരു വട്ടം ചെയ്യുമ്പോൾ പിന്നെ ക്ലിയർ ആവും. ഓക്കെ. പല ആൾക്കാർക്ക് ഇതിങ്ങനെ എടുക്കാന്നല്ലാണ്ട് അറിയൂല.